ഇനി നോക്കാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയാണ്. അപ്പോൾ അനസ്താസും വർണർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുകളാണ് എന്ത് കൊണ്ടുവന്നത്, ദ 12 പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ കെമിസ്റ്റുകൾ, എൻജിനീയേഴ്സൊക്കെ എന്താണ് നമ്മളുടെ കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യും. അതുപോലെ പ്രോസസ്സും ടെക്നോളജീസൊക്കെ ഈ ഒരു 12 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ വേസ്റ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിനുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ വളരെയധികം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ സിമ്പിളായിട്ട് വരുന്ന ഒരു 12 പോയിൻറ്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വായിച്ചു നോക്കാം. സിമ്പിളാണ് കേട്ടോ. വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ. അപ്പോൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക, വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യാനോ ക്ലീനപ്പ് ചെയ്യാനോ നിൽക്കണ്ട, അതങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരുന്നാൽ മതി വേസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെൻറ്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീനപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. നമുക്ക് എൻവയോൺമെൻറ്റിക്ക് ബാഡായി ഒന്നും എത്താൻ പാടില്ല. അപ്പോൾ ആ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതെ റെമഡിയേഷന് പോവാതെ നമ്മൾ നേരെ പ്രിവെൻഷൻ എടുക്കുക എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആറ്റം എക്കണോമി അല്ല എന്നുണ്ടെങ്കിൽ ആറ്റം എഫിഷ്യൻസി. ഇപ്പം നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എടുക്കും, അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയണത് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ആറ്റംസ് എടുത്തോ അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എടുത്തോ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അല്ലാതെ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടായിട്ട് വേറെ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളെടുക്കുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി. എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് നിങ്ങൾ എടുക്കുന്ന ആറ്റംസ്, ഇനീഷ്യൽ എടുത്ത സ്റ്റാർട്ടിങ് ആറ്റംസ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. മാക്സിമം കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സിന്തറ്റിക് മെത്തേഡ്സ് ഡിസൈൻ ചെയ്യാൻ. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് ദ യൂസ് ഓഫ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹസാർഡസ് ആൻഡ് ടോക്സിക് കെമിക്കൽസ്. അതായത് നമുക്കറിയാം ഒരു റിയാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിന്തറ്റിക് മെത്തേഡ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കരുത്. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യരുത്. ആ റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോക്സിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ ചെയ്യരുത്. പകരം നമ്മൾ ടോക്സിക് മെറ്റീരിയൽ യൂസ് ചെയ്യാത്തതും ടോക്സിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള റിയാക്ഷൻ സിന്തറ്റിക് മെത്തേഡ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിന്തറ്റിക് മെത്തേഡ്സ് ഷുഡ് ബി ഡിസൈൻഡ് ടു യൂസ് ആൻഡ് generate substance that poses little or no toxicity to human health and environment. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്നതും പ്രൊഡക്ഷൻ ചെയ്യുന്നതും എങ്ങനത്തെ ആയിരിക്കണം, ഹസാർഡസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആവരുത്. സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടോ വേണം റിയാക്ഷൻ നടക്കുക. അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള കെമിക്കൽസോ പ്രൊഡക്ട്സ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മെത്തേഡ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 3 കേട്ടോ. ഇനി 4 ഡിസൈനിങ് ഫോർ സേഫർ പ്രൊഡക്ട്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണോ ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ അതിന് മാക്സിമം എഫിഷ്യൻസി കാണിക്കും വേണം, മിനിമം ടോക്സിസിറ്റി കാണിക്കുന്ന പ്രൊഡക്ട്സ് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് 4th പോയിന്റ് വരുന്നത്, ഡിസൈനിങ് സേഫർ പ്രൊഡക്ട്സ്. അപ്പോൾ കെമിക്കൽ പ്രൊഡക്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഡിസൈഡ് ഫങ്ഷനിൽ എഫക്റ്റ് ചെയ്യണം. അവരുടെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ഇനി 5th വണ്ണാണ് യൂസ് ഓഫ് സേഫർ ഓക്സിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവെൻസ് ഒക്കെ യൂസ് ചെയ്യും അല്ലേ, അതുപോലെ സെപ്പറേഷൻ ഏജൻസ് ഒക്കെ യൂസ് ചെയ്യും. അതിനെയാണ് ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില സബ്സ്റ്റൻസ് എന്തിൽ HCl ഡിസോൾവ് ചെയ്യുക, NOH ഡിസോൾവ് ചെയ്യുക എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതുപോലെ പല റിയാക്ഷൻസിലും ചെയ്യുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള സോൾവെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചില സമയത്ത് ആ ഒരു സോൾവെൻ്റ് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഓക്സിലറി സബ്സ്റ്റൻസ് യൂസ് ചെയ്യേണ്ട, അല്ല ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ടോക്സിസിറ്റി കാണിക്കുന്നത് യൂസ് ചെയ്യാതെ സേഫ് ആയിട്ടുള്ള ഓക്സിലറി സബ്സ്റ്റൻസസ് യൂസ് ചെയ്താൽ മതി എന്നാണ് 5th പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 6th വണ്ണാണ് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി.
അപ്പോൾ ഏതൊരു ടൈമിലാണെങ്കിലും നമ്മൾ എനർജി മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ചില റിയാക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടാകും ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതൊന്നുമില്ലാതെ ആംബിയൻ്റ് ആയിട്ടുള്ള നോർമൽ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസിൽ നടത്താൻ പറ്റുന്ന സിന്തറ്റിക് മെത്തേഡ്സുമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനർജി യൂസ് ചെയ്യുന്നതും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എക്കണോമിക് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യുക. അപ്പോൾ 6 പോയിന്റ് പറയുന്നത് എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുക. എനർജി മിനിമം വേണം യൂസ് ചെയ്യാൻ. ആംബിയൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ വേണം യൂസ് ചെയ്യാൻ. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വണ്ണാണ് 7th വൺ, യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിരിക്കണം. ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന റിന്യൂവബിൾ സോഴ്സസ് വേണം നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യാൻ, നമ്മളുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ ഫീഡ് സ്റ്റോക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി 8th പോയിന്റ് എന്താ വെച്ചാൽ ഷോർട്ടർ റൂട്ട്സ് യൂസ് ചെയ്യുക. യൂസ് ഓഫ് ഷോർട്ടർ സിന്തറ്റിക് റൂട്ട്സ്. ഷോർട്ടർ റൂട്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുറേ ഇൻ്റർമീഡിയേറ്റ്സ് ഒന്നും ഫോം ചെയ്യില്ല. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അൺവാണ്ടഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ ഇടയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ബ്ലോക്കിംഗ് ഗ്രൂപ്പ്സ് പ്രൊട്ടക്ഷൻ ചെയ്യുക, പിന്നെ ഒന്ന് ഡീപ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് ടെമ്പററി ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യുക. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഷുഡ് ബി മിനിമൈസ്ഡ് അല്ലെങ്കിൽ അവോയ്ഡഡ് ഇഫ് പോസിബിൾ. അവിടെ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഈ സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറേ റിയേജൻസ് വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും വേസ്റ്റ് ജനറേഷനും എക്കണോമിക്കലായിട്ട് കുറേ മണിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്ടർ സിന്തറ്റിക് റൂട്ട്സ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വന്ന് നോക്കാം, യൂസ് ഓഫ് കറ്റാലിറ്റിക് റിയേജൻസ്. അപ്പോൾ കറ്റാലിറ്റിക് റിയേജൻസ് ആണ് നമ്മളെ സ്റ്റോഷിയോമെട്രിക് റിയേജൻസിനെക്കാളും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. കാരണം കറ്റാലിറ്റിക് റിയേജൻറ്റ് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിയാക്റ്റൻസ് കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറ്റാലിറ്റിക് റിയേജൻസ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് 10th എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ ഇൻ ടു നോൺ പെർസിസ്റ്റൻറ്റ് പ്രൊഡക്ട്സ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അപ്പം നമ്മൾ എങ്ങനത്തെ പ്രൊഡക്ട്സ് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാതെ നിൽക്കാൻ പാടില്ല. സേഫായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അവിടെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാത്ത പ്രൊഡക്ട്സ് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് 10th പോയിന്റിൽ വരുന്നത്. ഇനി 11th പോയിന്റ് നോക്കാം, ഡെവലപ്മെൻറ്റ് ഓഫ് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ റിയൽ ടൈമിൽ ഓരോ ടൈമിലും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് കൺട്രോൾ ചെയ്യണം. എന്തിന്, അവിടുന്ന് പെട്ടെന്നൊരു ഹസാർഡസ് സബ്സ്റ്റൻസ് ഫോം ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് മോണിറ്ററും ചെയ്യണം. പ്രിയറായിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യും വേണം. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. പൊല്യൂഷൻ ഉണ്ടാകുന്നതിന് മുന്നേ അഥവാ പൊല്യൂഷൻ കോസ് ചെയ്യുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ റിയൽ ടൈം അനാലിസിസ് ചെയ്യുക. ഇൻ കേസ് നമുക്ക് പൊല്യൂഷൻ വരുന്നുള്ള ഒരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ പ്രിയറായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഈ 12th വൺ ലാസ്റ്റ് വൺ ആണ്, ഇൻഹെറിറ്റൻ്റ്ലി സേഫ് കെമിസ്ട്രി ഫോർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കെമിക്കൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ലൈക്ക് എക്സ്പ്ലോഷൻസ്, ഫയേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസും ഫയറൊന്നും കോസ് ചെയ്യാത്ത രീതിയിലുള്ള സബ്സ്റ്റൻസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സേഫ് കെമിസ്ട്രി ലീഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതായത് ആക്സിഡൻറ്റ് കോസ് ചെയ്യുന്നുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നുള്ള സബ്സ്റ്റൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ സേഫായിട്ടുള്ള കെമിസ്ട്രി ഫോളോ ചെയ്യുന്ന സബ്സ്റ്റൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതോടുകൂടി 12 പോയിൻറ്റ്സ് കഴിഞ്ഞു. ഈ 12 പോയിൻറ്റ്സിൻ്റെയും ഹെഡിങ്സ് മസ്റ്റായിട്ട് പഠിക്കാം. ഹെഡിങ്സ് അറിഞ്ഞാൽ തന്നെ മനസ്സിലായ ഒരാൾക്ക് ഇത് എലോബറേറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിയും. അപ്പോൾ ഹെഡിങ്സ് മറക്കാതെ 12 ഹെഡിങ്സും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എഴുതി നോക്കുക ഓരോ ഹെഡിങ്സും എന്താ വരുന്നത് എന്നുള്ളത്. അങ്ങനെ ആ 12 ഹെഡിങ്സും കറക്റ്റായിട്ട് പഠിക്കുക.
അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് പ്രിവെൻഷൻ ചെയ്യുക. വേസ്റ്റ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, റെമഡി ചെയ്യുന്നതിന് കാര്യം വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ പറയുന്നത് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ആറ്റം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി. പിന്നെന്താ, നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. എങ്ങനത്തെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ, സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നത് വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, ആറ്റംസ് എടുക്കുന്നത് മൊത്തം കൺവേർട്ട് ചെയ്യണം. അതാണ് ആറ്റം എക്കണോമി, ആറ്റം എഫിഷ്യൻസി. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതൊന്നും ടോക്സിക് കെമിക്കൽസ് ആവാൻ പാടില്ല. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താവണം, സേഫ് ആയിരിക്കണം. ഇനി ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് ഓക്സിലറി യൂസ് ചെയ്യും. ആ ഓക്സിലറി യൂസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. അപ്പോൾ ഈ കെമിക്കൽസും യൂസ് ചെയ്യും, അതുപോലെ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഒക്കെ എഴുതാൻ കണ്ടിട്ടില്ലേ. അപ്പോൾ അതെന്തായിരിക്കണം, എനർജി എഫിഷ്യൻ്റ് ആയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് 6th, എനർജി എഫിഷ്യൻ്റ് ആയിട്ട്. ഇപ്പോൾ എനർജി എഫിഷ്യൻസി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതാണ് റിന്യൂവബിൾ സോഴ്സസും നോൺ റിന്യൂവബിൾ സോഴ്സസും. അപ്പോൾ നമ്മൾ എങ്ങനത്തെ ഫീഡ് സ്റ്റോക്ക് വേണം യൂസ് ചെയ്യാൻ, റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ പറയാൻ പറ്റിയതാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ പറയുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ റൂട്ട് ഫോളോ ചെയ്യരുത്, എപ്പോഴും ഷോർട്ടർ റൂട്ട്സ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതെന്താവണം, ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ ഉണ്ടാക്കാൻ. പിന്നെ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ ടൈമിലുള്ള അനാലിസിസ് നമ്മൾ ചെയ്യണം, ആക്സിഡൻസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഈ 12 പോയിൻറ്റ്സ്, ഈ 12 ഹെഡിങ്സ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം. എന്നിട്ട് ഈ 12 ഹെഡിങ്സ് എഴുതിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കൂടെ കൊടുക്കുക. അത്രയാണ് ഇതിൽ വരുന്നത് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്നത്.